ചേട്ടാ, എനിക്കൊരു സംശയം. ഈ മതം മാറ്റമാണല്ലോ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയം. ഹിന്ദുക്കളെയാണ് മതം മാറ്റുന്നത്. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളെ ആരും മതം മാറ്റാത്തത്? എന്തുകൊണ്ടാണ്? ഒന്ന്, അവർ വളരെ വയലൻ്റായിട്ട് പ്രതികരിക്കും. മതം മാറുന്നവർ ചിലപ്പോൾ മാറിയെന്ന് വരും, ബട്ട് അതിൻ്റെ കോൺസിക്വൻസസ് അതിഭീകരമായിരിക്കും. വയലൻസ് മാത്രമല്ല, മുസ്ലിങ്ങളെ മതം മാറ്റാനും പ്രയാസമാണ്. കാരണം അവരുടെ ദൈവം ഒരു വല്ലാത്ത ദൈവമായിട്ടാണ് അവർ ഭയങ്കര ശിക്ഷയാണ് ഇതൊക്കെ ഈ വിശ്വാസത്തിൽ നിന്ന് മാറി. മതം മാറുന്നവനെ കൊല്ലണമെന്നുണ്ട്. മതം മാറുന്നവനെ കൊല്ലണം. മാത്രമല്ല, അല്ലാഹുവിൻ്റെ ശിക്ഷ അതിലും ഭയങ്കരമാണ്. മരണശേഷം മതം മാറിയവനെ ഇവർ കൊന്നു കഴിഞ്ഞിട്ടാണല്ലോ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത്. അപ്പോൾ ആ ജീവിതത്തിൽ അല്ലാഹുവിൻ്റെ ശിക്ഷ അതിലും ഭയങ്കരമാണ്. ഇപ്പം ഈ രീതിയിലൊക്കെ ഉള്ളതുകൊണ്ടാണ്. അതേസമയം ഹിന്ദുക്കളിൽ ഇപ്പം നിങ്ങൾ ക്രിസ്ത്യാനി ആയിക്കഴിഞ്ഞാൽ ശിവനോ വിഷ്ണുവോ ഒന്നും നിങ്ങളുടെ പിന്നാലെ വരാൻ പോണില്ല. മറ്റ് ഹിന്ദുക്കളും വരില്ല. അമ്പലക്കം പറ്റി വെട്ടാനും വരത്തില്ല. ആരും ചോദിക്കാനില്ല. സോഫ്റ്റ് ടാർഗറ്റാണ്. അതാണ് എളുപ്പം. അതുകൊണ്ടാണ് ഈ അയങ്കണ്ട സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ ഈ ഛത്തീസ്ഗഡിൽ 1968 മതപരിവർത്തന നിരോധന നിയമം. മധ്യപ്രദേശിൽ അതിന് മുമ്പ് വന്നതാണ്. ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഒക്കെ ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ ഓരോന്നായിട്ട് പല സ്ഥലത്തും ഗോവധ നിരോധനവും വന്നു, മതപരിവർത്തന നിരോധനവും വന്നു. അത്ര വലിയ ഇഷ്യൂ ആയിരുന്നു. അതുകൊണ്ടാണ് അത് നിരോധിച്ച് നിയമം ഉണ്ടാക്കിയത്. ദൈവം സഹായിച്ച് മോദി ഒരു സ്ഥലത്തും ഗോവധവും നിരോധിച്ചിട്ടില്ല, മതപരിവർത്തനവും നിരോധിച്ചിട്ടില്ല. ആകെ മോദി ചെയ്തൊരു കാര്യമുണ്ട്. ഈ ഛത്തീസ്ഗഡ് നിലവിൽ വന്നില്ല. ഛത്തീസ്ഗഡ് നിലവിൽ വന്നു കഴിഞ്ഞപ്പോൾ മധ്യപ്രദേശ് ഈ മതപരിവർത്തന നിരോധന നിയമമുണ്ട്. അപ്പോൾ മധ്യപ്രദേശിൽ നിലവിലുള്ള ലോക്കൽ നിയമങ്ങൾ മുഴുവൻ ഛത്തീസ്ഗഡിനും ബാധകമാണ്, ആപ്ലിക്കബിളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മതപരിവർത്തന നിരോധന നിയമം ഛത്തീസ്ഗഡിനും ബാധകമാണ്. ഇതുപോലെയായിരുന്നു ജാർഖണ്ഡിൽ. ബീഹാറിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ജാർഖണ്ഡിന് ആപ്ലിക്കബിളാണ്. കാരണം ഒരു പുതിയ സംസ്ഥാനം ഉണ്ടായി കഴിഞ്ഞാൽ അത് ലോക്കൽ നിയമങ്ങൾ എന്ത് ചെയ്യും? സെൻട്രൽ നിയമങ്ങൾ അതുപോലെ നീക്കും. ലോക്കൽ നിയമങ്ങളുണ്ടില്ല. ആ നിയമങ്ങൾ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കേരള പോലീസ് ആക്ട്. കേരളം 2 സംസ്ഥാനമായി എന്ന് വെച്ചു എന്തെങ്കിലും കാരണവശാൽ. അപ്പോൾ അതിൽ ഒരെണ്ണത്തെ കേരളം എന്ന് വിളിക്കുന്നു, മറ്റത്തിന് വേറെ ഒരു പേരിട്ട് വിളിക്കുന്നു. ആ സ്ഥലത്ത് കേരള പോലീസ് ആക്ട് ബാധകമാണോ? ഒരു ചോദ്യമാണല്ലോ. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യും? സ്വീപ്പിംഗ് ആയിട്ട് ഒരു ആക്ട് അങ്ങ് പാസ്സാക്കും. പഴയ കേരളത്തിൽ നിലവിലിരുന്ന ലോക്കൽ ആക്റ്റുകൾ മുഴുവൻ തന്നെ പുതിയ 2 സംസ്ഥാനങ്ങൾക്കും ബാധകമാണെന്ന് പറഞ്ഞിട്ട് പ്രശ്നം സോൾവായി. ഇതൊക്കെയാണ് മോദി ചെയ്തിട്ടുള്ളത്. മോദി ഇതിലൊന്നും ചെയ്തിട്ടില്ല, ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം ഓൾറെഡി കോൺഗ്രസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉത്തർപ്രദേശിൽ മതപരിവർത്തനത്തിന് കുറച്ചുകൂടെ ശിക്ഷ കൂട്ടുകയും വകുപ്പുകൾ കുറച്ച് ടൈറ്റാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതേ ചെയ്തിട്ടുള്ളൂ. ഈ സോഫ്റ്റ് ടാർഗറ്റ് ആയതുകൊണ്ടാണ് ഹിന്ദുക്കൾ എപ്പോഴും ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്. മുസ്ലിങ്ങൾ മതം മാറിയവരില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് കേട്ടോ. ഒന്നും ഒറ്റയൊക്കെ ആയിട്ട് മാറിയവരൊക്കെ ഉണ്ട്. അതിലൊരു പ്രമുഖനായിരുന്നു ഫാദർ അലവി. അലവി മുസ്ലിമായിരുന്നു, പുള്ളി ക്രിസ്ത്യനായിട്ട് മാറി. ഫാദർ അലവി തട്ടിക്കളയും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബഹളമൊക്കെ നടന്നു ആ സമയത്ത്. ബട്ട് സംഭവം പുള്ളി അതിൽ തന്നെ ഉറച്ചു നിന്നു. പിന്നെ മെല്ലെ മെല്ലെ ആ ശത്രുതയ്ക്ക് പോയി. ഇപ്പോൾ അദ്ദേഹം ജീവനോടെ ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അങ്ങനൊരു കഥാപാത്രം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പേര് ഒന്നും ഒറ്റയൊക്കെ ക്രിസ്ത്യാനിയായിട്ട് മാറിയവർ, ഹിന്ദുവായിട്ട് മാറിയവർ ഒക്കെ ഉണ്ട്. ബട്ട് വളരെ കുറവാണ്. അത് സാർ അഫ്രൈഡ് ഓഫ്. അതുപോലെ മുസ്ലിങ്ങൾ മതം മാറ്റാൻ നോക്കുമ്പോൾ അവർ ക്രിസ്ത്യാനികളെ പിടിച്ചു മാറ്റാറില്ല. അവർക്കും സോഫ്റ്റ് ടാർഗറ്റ് ഹിന്ദുവാണ്. എളുപ്പമാണ്. ക്രിസ്ത്യാനികൾ പക്ഷേ മതം മാറി മുസ്ലിം ആവുന്നുണ്ട്. ഇതുപോലെ വളരെ ഒന്നോറ്റയൊക്കെ ആയിട്ട് ആരെങ്കിലുമൊക്കെ മാറിയെന്ന് വരും. മുസ്ലിങ്ങളിലെ ഇപ്പോഴത്തെ ട്രെൻഡ് ഈ എക്സ് മുസ്ലിമാണ്. നമ്മളുടെ ആരിഫ് ഹുസൈൻ തെരുവത്തിൻ്റെയൊക്കെ ആ ട്രെൻഡാണ് മുസ്ലിങ്ങളിൽ
വ്യാപകമായിട്ട് വരുന്നത്. അതായത് ഇസ്ലാം വിട്ടിട്ടൊന്നുമില്ല. അല്ല, നിങ്ങളപ്പോൾ ഏത് മതത്തിൽ ചേർന്നു? ഞാനൊന്നിലും ചേർന്നില്ല. അല്ല, അതെങ്ങനെയാണ്? ഇസ്ലാം വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ക്രിസ്ത്യാനിയോ ജൂതനോ ഹിന്ദുവോ ബുദ്ധനോ ഒക്കെ ആവണ്ടേ? എനിക്ക് മനസ്സില്ലാന്ന്. ഞാൻ മുസ്ലിം അല്ല, ദാറ്റ്സ് ഓൾ. മറ്റേൽ ചേർന്ന് വെറുതെ നിൽക്കാൻ പറ്റില്ല. ഈ നാട്ടിലൊരു മനുഷ്യന് മതമില്ലാത്ത ജീവൻ എന്നൊക്കെ പറയുമല്ലോ. എനിക്ക് മതമില്ല. അങ്ങനെ എക്സ് മുസ്ലിമായിട്ട് നിൽക്കുന്നവർ, ആ ട്രെൻഡ് വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട്. ഈവൻ ഇറാനിൽ ഇപ്പോൾ ഖമനൈ അധികാരത്തിലിരിക്കുന്നതുകൊണ്ടാണ്, അതല്ലാതെ നടന്ന സർവേ റിപ്പോർട്ട് പുറത്തു വന്നത്, ഇറാനിൽ ഏകദേശം 60% പേര് ഇസ്ലാം വിട്ട് കഴിഞ്ഞു. ബട്ട് അവർ പള്ളിയിൽ പോകുന്നുണ്ട്, അവർ നിസ്കരിക്കുന്നൊക്കെ ഉണ്ട്. കാരണം എന്താ, അവർക്കൊരു പ്രത്യേക പേരുണ്ട്, ഇസ്ലാം വിട്ട് കഴിഞ്ഞാൽ മുനാഫിക്കോ അങ്ങനെ തട്ടിക്കളയും. ഇപ്പം ജീവഭയം കൊണ്ട് ഇതിൽ നിൽക്കുകയാണ്. ഈ ഖമനയുടെ ഒപ്രസീവ് റെജീം മാറിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇസ്ലാം വിടും. ഇസ്ലാം വിടുന്നത് ഒരു ട്രെൻഡായിട്ട് മാറുന്നുണ്ട്. ആദ്യമൊക്കെ ഇസ്ലാം വയലൻ്റായിട്ട് പെരുമാറിയെങ്കിലും പിന്നെ വയലൻസ് അവർക്കും മുതലാകുന്നില്ല. ഇതിനൊക്കെ ആളെ വേണ്ടേ? ആ എറണാകുളത്ത് പോയിട്ട് ആ TG മോഹൻദാസിനെ ഒന്ന് കൊന്നിട്ട് പാടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ കിട്ടണ്ടേ? അയ്യോ, എന്തിനാ ചേട്ടാ അല്പപ്രാണി, അല്ലെങ്കിൽ തന്നെ വയസ്സായി 3-4 ദിവസം കഴിയുമ്പോൾ അങ്ങനെ തന്നെ ചത്തോളും, ചുമ്മാ ഇരിക്കുന്നു. ഇങ്ങനെ വയലൻസിന് ആളെയും കിട്ടാതെയായി. പിന്നെ വയലൻറ്റ് ഗ്രൂപ്പുകൾ പലതും അൺപോപ്പുലറായി. ഇപ്പോൾ അവർ ഇൻഡയറക്റ്റായിട്ട് ഫോഴ്സ് ചെലുത്തുകയാണ്. മുസ്ലിം ലീഗിനെയൊക്കെ കൂടുതൽ ടഫാക്കുക, കടുത്ത നടപടികളൊക്കെ പ്രേരിപ്പിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്ത് ഇൻഫ്ലുവൻഷ്യൽ ഗ്രൂപ്പുകളായിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. വയലൻസ് പക്ഷേ ഇപ്പോഴും ഉണ്ട്. നോർത്തിലൊക്കെ സർത്തൻ സെജുദ വയലൻ്റാണ്, കഴുത്ത് വെട്ടിക്കളയും. അവരുടെ ഒരു വീക്ക്നെസ് ഇതാണ്. അല്ലാഹുവിനെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ അവർ ശിക്ഷിക്കുകയില്ല, മുഹമ്മദിനെ ചീത്ത പറഞ്ഞാൽ കഴുത്ത് വെട്ടും. എനിക്കെന്താണെന്ന് മനസ്സിലായിട്ടില്ല. അല്ലാഹുവിൻ്റെ പ്രവാചകനാണ് മുഹമ്മദ്, അന്ത്യപ്രവാചകൻ, അതിനുശേഷം പ്രവാചകനില്ല. ഈ ദൈവത്തേക്കാൾ മറ്റേ വീടിനേക്കാൾ വലിയ പഠിപ്പര എന്ന് പറയുന്ന പോലെ നിങ്ങൾ അല്ലാഹുവിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കേസൊന്നുമില്ല. മുഹമ്മദിനെ പറഞ്ഞാൽ സർത്തൻ സെജുദ, ഗുസ്താഖി മുഹമ്മദ് കാ ഏക് ഹി സജ സർത്തൻ സെജുദ, സർത്തൻ സെജുദ, അതാണ് മുദ്രാവാക്യം. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ വീഡിയോയിലൊക്കെ സർത്തൻ സെജുദ എന്നുള്ളിടത്ത് ഇത് പി ഒരു 2 P അടിക്കും. സർ ജുദ ഇത് മാത്രമേ കേൾക്കുകയുള്ളൂ. തൻസ് എന്നുള്ളത് P വെച്ച് മറയ്ക്കും. അത്രയ്ക്ക് പ്രശ്നമാണ്. അവർ പറയുന്ന കാര്യം മറ്റുള്ളവർ ആവർത്തിച്ചാൽ പോലും പ്രശ്നമാണ്. അപ്പം അങ്ങനെ വല്ലാത്ത വയലൻസ് ഒക്കെ. പക്ഷെ നമ്മൾ ഈ മതപരിവർത്തനം പറയുമ്പോൾ ഈ ഇസ്ലാം വിടുന്നവരുടെ കാര്യമുണ്ട്, ക്രൈസ്തവ സഭയെ വിടുന്നവരുണ്ട്. മാത്രമല്ല പഴയ ക്രൈസ്തവ രാജ്യങ്ങളെ മുഴുവൻ ഇസ്ലാമൈസേഷന് വിധേയമാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ലെബനോണിലാണെങ്കിലും സിറിയയാണെങ്കിലും. അതെ, ഇറ്റ്സ് എ ബിഗ് പ്രോബ്ലം. ക്രിസ്ത്യാനിറ്റിയുടെ ഇപ്പോൾ ഇന്ത്യയിലെ ആ ക്രിസ്ത്യാനിറ്റി നോക്കൂ, ഈ ആരോപണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നിൽക്കുമ്പോൾ പോലും ഉണ്ടില്ല. അവരുടെ ജനസംഖ്യാ വർധനവ് നെഗറ്റീവാണ്. അതെ, കേരളത്തിൽ പോലും. കേരളത്തിൽ വേറൊരു ട്രെൻഡ്, ചെറുപ്പക്കാരെല്ലാം യൂറോപ്പിലൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്നു. കേരളത്തിലിപ്പോൾ സ്ലൈറ്റ്ലി ഹൈ ആണ് മുസ്ലിം ബർത്ത് റേറ്റ്. ബട്ട് സ്റ്റിൽ ഓവറോൾ ബർത്ത് റേറ്റ് എടുത്തു കഴിയുമ്പോൾ നമ്മൾ സസ്റ്റൈനബിൾ ബർത്ത് റേറ്റ് അല്ല ഇപ്പോൾ കേരളത്തിൽ. 2.1% ഉണ്ടാവണമെന്നാണ്. അതില്ല, അത് 1.9 1.8 മറ്റോ ആയി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വാർത്ത വന്നിരുന്നു. ആ വാർത്തയുടെ സത്യാവസ്ഥ എനിക്കറിയില്ല, ബട്ട് വാർത്ത വന്നിരുന്നു. അപ്പോൾ അങ്ങനെ ക്രിസ്ത്യാനിറ്റി അവരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. ബട്ട് ടോട്ടൽ അവരുടെ ബർത്ത് റേറ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവ് ഗ്രോത്താണ് അവർക്കുള്ളത്. അതും അവരെ ഈ മതപരിവർത്തനം ഇതിൻ്റെ ഒരു ഓപ്ഷനാണല്ലേ, എണ്ണം കൂട്ടാനുള്ളത്. അതുകൊണ്ട് അത് കൂട്ടേണ്ടതാണ്. മാത്രമല്ല ഇപ്പോൾ കത്തോലിക്ക സഭയൊക്കെ ഈ പറയുന്ന പോലെ അവർ കാര്യമായ മതപരിവർത്തനം ചെയ്യുന്നില്ല എന്ന് അവർ പറയുന്നു. ബട്ട് കുറച്ച് പേരൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ പോയവർ. ഈ കേരളം വെച്ച് മാത്രം മുഴുവൻ അളക്കരുത്. എന്തുമായിക്കോട്ടെ, ആ ട്രെൻഡ് അവരുടെ വളരെ കുറവാണ്. അതിന് പകരം അവർ ബർത്ത് റേറ്റ് കൂട്ടാനാണ് നോക്കുന്നത്. അതാ ഒരിക്കൽ ഇടുക്കി ബിഷപ്പ് മറ്റാണ് 5 കുട്ടികളെങ്കിലും
ഒരു വീട്ടിൽ വേണം. ഉണ്ടാവണം. അവസാനത്തെ കുട്ടിക്ക് സഭ ചെലവിന് കൊടുക്കാൻ ഒയ്യോ ആ ബിഷപ്പിനെ എല്ലാവരും കൂടെ കയറി ആക്രമിച്ച് നശിപ്പിച്ച്. ബട്ട് അങ്ങേര് പറഞ്ഞത് അവരുടെ സമുദായത്തിൻ്റെ ദൃഷ്ടിയിൽ നോക്കിയാൽ ശരിയല്ലേ? ഒരു സമുദായം നമ്മുടെ നിലനിൽക്കാൻ വേണ്ടിയാണ്. ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജനാധിപത്യത്തിൽ വോട്ടാണ് പ്രധാനമില്ല, എണ്ണം പ്രധാനമാണ്. എണ്ണം നിങ്ങളുടെ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രാഷ്ട്രീയക്കാരൻ ഒരു പട്ടിയും നിങ്ങളെ തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല. സോ യു ഹാവ് ടു ഹാവ് നമ്പേഴ്സ്. ഇതുകൊണ്ടാണ് മുസ്ലിങ്ങളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും നമ്പർ കുറയുമ്പോൾ പരിഭ്രമിക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ഓണസ്റ്റ്ലി സ്പീക്കിംഗ് എൻ്റെ ഒരു പരിഭ്രമം അതാണ്. കാരണം ഹിന്ദുക്കളുടെ എണ്ണം കുറഞ്ഞു പോകുന്നു, മുസ്ലിങ്ങളുടെ കൂടി വരുന്നു. 2047 2147 ആയിക്കോട്ടെ, ഞാനൊന്നും ജീവനോടെ ഉണ്ടാവണമെന്നില്ല. എൻ്റെ രാജ്യത്തിൻ്റെ ഗതി എന്താകും? ഇതൊരു ഇസ്ലാമിക രാഷ്ട്രമായിട്ട് മാറും. ഈ ഒരു ബേസിക് ത്രെറ്റ് മനസ്സിൽ കിടക്കുന്നു. ദാറ്റ് ഈസ് വൈ പീപ്പിൾ ആർ ഓവർ റിയാക്ടിങ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് ഏഷ്യാനെറ്റ് ഇപ്പോൾ വലിയ വാർത്തയായിട്ട് പലതവണ കാണിച്ചു. അതായത് ജ്യോതി ശർമ്മ എന്നുള്ള അവിടുത്തെ ആക്ടിവിസ്റ്റ് ഛത്തീസ്ഗഡിലെ അവരിന്നും പറഞ്ഞു മതം മാറ്റുന്നവനെ ഇനിയും തല്ലും എന്ന് പറഞ്ഞു. വലിയ കുഴപ്പമാണെന്നാണ് ഏഷ്യാനെറ്റ് പറയുന്നത്. ജ്യോതി ശർമ്മയുടെ കീഴിൽ സൈന്യമൊന്നുമില്ലല്ലോ. അപ്പം ഒറ്റയ്ക്ക് ആർക്കെങ്കിലും ഇതുപോലെ പറയാം, കൈ കിട്ടിയാൽ ഞാൻ 2 കൊടുക്കും അവനിട്ട്. ജ്യോതി ശർമ്മ തല്ലാറുമുണ്ട്. നമ്മളെല്ലാവരും പറയുന്നതല്ലേ, തല്ലിയിട്ടുള്ള വിഷ്വൽസും കാണിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതാ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ വേണ്ടാത്തതിന് പോയി കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസ് ഉണ്ടാകും. ചിലർ ഫിസിക്കലി നിങ്ങളെ കൈകാര്യം ചെയ്യും. എല്ലാവരും നിയമം അനുസരിച്ച് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കാനൊന്നുമല്ല പോകും. നമ്മളെ വല്ലാതെ ശല്യം ചെയ്യുന്നതിന് നമ്മൾ റോട്ടിലിട്ട് തന്നെ 2 പൊട്ടിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.